ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഇതൊരു യാത്ര പോകുന്ന വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴി കാണിച്ചു തരാം. ജർമ്മൻ നഗരമായ റീഗൻസ്ബർഗിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്ന് മ്യൂണിക്കിലേക്കാണ് എൻ്റെ ആദ്യത്തെ യാത്ര. അവിടെ നിന്നാണ് എനിക്ക് അടുത്ത ട്രെയിൻ. രാവിലെ തന്നെ മ്യൂണിക് ബാനോഫിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മ്യൂണിക് ബാനോഫ് വളരെ വലുതാണ്, അപ്പം നമുക്ക് അടുത്ത കണക്ഷൻ പിടിക്കാം. അപ്പോൾ നമ്മൾ ഹാൽസ്റ്റാറ്റ് വരെയാണ് പോകുന്നത്. ഓസ്ട്രിയയിലെ ഒരു ചെറു പട്ടണമാണ്. ലോകത്തിലെ ഏറ്റവും സുന്ദരപൂർണമായ ഒരു ഗ്രാമം കാണാൻ ഉള്ള യാത്രയാണിത്. പോകുന്ന വഴിയിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്. ഇവിടെ നിന്ന് നമുക്ക് ആദ്യമായി എത്തുന്നത് സാൽസ്ബുർഗിലേക്കാണ്. ഓസ്ട്രിയയിലെ ഒരു വലിയ സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് സാൽസ്ബർഗ്. സാൽസ്ബർഗ് ജർമ്മനിയോട് അതിർത്തി പങ്കിടുന്ന ഒരു ചെറു പട്ടണം എന്ന് വിശേഷിപ്പിക്കാം. ഓസ്ട്രിയയിലെ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് സാൽസ്ബർഗ്. സാൽസ്ബർഗിൽ ഞാൻ മുൻപ് പോയിട്ടുണ്ട്. സാൽസ്ബർഗിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ്സിലാണ് കണക്ഷൻ അടുത്തത്. ഓസ്ട്രിയയിലെ ഒരു വയനാട് കയറി പോവുകയാണെന്നാണ് ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഹെയർ പിൻ വളവുകൾ നമ്മുടെ നാടിനെ തന്നെ സ്മരിപ്പിക്കുന്നു. ഹെയർ പിൻ വളവുകളിലൂടെ കാണാം. താഴെ സാൽസ്ബർഗ് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ ഡ്രൈവർ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന യാത്രയിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലനിരകൾക്ക് നടുവിൽ ഒരു ചെറു തടാകം. ആ തടാകത്തിന് ചുറ്റും കുറേ വീടുകൾ. എന്ത് ഭംഗിയുടെ കാഴ്ചയാണല്ലേ! എന്നെ അതിശയിപ്പിച്ചു. ഈ യാത്രയിൽ എനിക്ക് ആദ്യം ലഭിച്ച മികച്ച ഒരു അനുഭവമായിരുന്നു ഇത്. എൻ്റെ സാൽസ്ബർഗിൽ നിന്ന് ഉള്ള ബസ് യാത്ര അവസാനിച്ചത് ഈ പട്ടണത്തിലാണ്. ഇവിടെ നിന്നും എനിക്ക് ട്രെയിൻ എടുത്ത് വേണം അടുത്ത ലൊക്കേഷനായ എൻ്റെ ഹാൽസ്റ്റാറ്റിലേക്ക് പോകാൻ. ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിന് നടുവിൽ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ കണ്ട ഒരു ശില്പമാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ചെറു ചിത്രകാരിയുടെ കലാവിരുത് ആണ് എന്നാണ്. അവിടെ നിന്ന് ആരംഭിച്ച ട്രെയിൻ യാത്രയിൽ ഞാൻ കണ്ട ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. എനിക്ക് അതിശയമുണ്ടാക്കിയത് ഒന്നാണ്. ഇതുപോലെ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ യൂറോപ്പിൻ്റെ പല ഭാഗത്തുണ്ട്. എങ്കിലും ഈ കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. കൊള്ളാമല്ലേ? ഞങ്ങളുടെ ട്രെയിൻ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാൽസ്റ്റാറ്റ് എത്തുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ലഭിച്ച അടുത്തൊരു ദൃശ്യം മനോഹാരിതയാണിത്. ഇത് ഹാൽസ്റ്റാറ്റ് ലേക്കാണ്. ഈ ലേക്കിലാണ് ഹാൽസ്റ്റാറ്റ് എന്ന ചെറു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ യാത്ര അവസാനിച്ചത് ഹാൽസ്റ്റാറ്റ് എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ആണ്. ഹാൽസ്റ്റാറ്റ് എന്ന ചെറു ഗ്രാമത്തെ മറ്റ് സിറ്റികളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഞാൻ വന്ന ട്രെയിനിൽ ദൂരതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൻ്റെ സ്വർഗമെന്ന് എല്ലാവരും പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ. എൻ്റെ മുമ്പിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. ഈ ട്രെയിനിൽ വന്നവരാണ്. യൂറോപ്പിലെ ഓസ്ട്രിയയിലെ ഏറ്റവും മികച്ച യാത്ര ഡെസ്റ്റിനേഷൻ. ഹാൽസ്റ്റാറ്റിലെ തടാകത്തിലൂടെ ഒരു ഫെറി യാത്ര 8 യൂറോയാണ് ഇവിടെ ഒരു ടിക്കറ്റിന്. കാർഡ് എടുക്കത്തില്ല, ക്യാഷ് ഉള്ളു. അങ്ങ് ദൂരെ ഹാൽസ്റ്റാറ്റ് എന്ന ചെറുഗ്രാമം ഞങ്ങളെ കാത്തിരിക്കുന്നു. ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ വേറൊരു അനുഭവമാണ് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളത്. അവിടുത്തെ യാത്രികരിൽ കൂടുതൽ ഏഷ്യയിൽ നിന്നുള്ളവരാണെന്ന് എനിക്ക് ആ യാത്രയിൽ മനസ്സിലായി. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേരെയും അവിടെ വെച്ച് കാണാൻ പറ്റി. മലയാളികളെയും കാണാൻ പറ്റി. സുന്ദരിയായൊരു ചെറുപട്ടണം, ഒരു മലയുടെ താഴ്വാരത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഗ്രാമം. സൗന്ദര്യപൂർണമായ ഒരു ഗ്രാമമാണെങ്കിലും അവിടെ കുറച്ചാളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ സമാധാനപരമായ ജീവിതത്തിന് ഒരു പക്ഷേ നമ്മൾ ഒരു വിലങ്ങുതടിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. അത് ഒരു വലിയൊരു പ്രോബ്ലമാണ്.
പക്ഷേ അത് അവിടുത്തെ ഒരു ചെറിയ പള്ളിയാണ്. താഴ്വാരത്ത് ഉള്ള ഒരു പഴയ ദേവാലയം. നല്ല രസമായിട്ടാണ് ആ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്, പഴയ തടികൾ വെച്ച് ഉള്ളത്. യൂറോപ്പിൻ്റെ സാൾട്ട് കിങ്ഡം എന്നാണ് ഹാൾസ്റ്റാറ്റ് ഒരു കാലത്ത് അറിയപ്പെട്ടത്. ആൽപ്സ് പർവ്വതനിരയിൽ 16-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ചെറു ഗ്രാമത്തിൽ ഒരുപാട് സുന്ദരമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സുന്ദരമായ നിമിഷങ്ങൾ പലർക്കും ലഭിച്ച സ്ഥലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു വെതറല്ലായിരുന്നു ഞങ്ങൾക്കവിടെ ലഭിച്ചത്. ഇപ്പോൾ നല്ല ചൂടാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഹാൾസ്റ്റാറ്റ് കാണാൻ പോകേണ്ട സമയം ഇതല്ല എന്നാണ്. ഹാൾസ്റ്റാറ്റിനെ മനോഹരത ആസ്വദിക്കണമെങ്കിൽ ഒരു ചെറിയ ഡ്രിസ്ലിങ്ങും ഒക്കെയുള്ള ഒരു വിൻ്റർ സമയത്ത് പോകുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്നാലും മികച്ച ഒരു ദൃശ്യമാണ് അല്ലെങ്കിൽ ദൃശ്യഭംഗിയാണ് ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ മലയുടെ മുകളിലേക്ക് കയറി പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയപരിധിയും മറ്റും കാരണം എനിക്ക് കയറി പോകാൻ സാധിച്ചില്ല. ഇതിന് മുകളിലേക്ക് ടോയ് കാർ യാത്ര സാധ്യമാണ്. അതിന് പ്രത്യേക ടിക്കറ്റുകൾ നമ്മൾ എടുക്കണം. ഈ ഗ്രാമത്തിൻ്റെ ചെറിയ ഇടവഴികളിലൂടെ മുൻപോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം ഏകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അതുതന്നെയാണ് ഈ നാടിനെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഹാൾസ്റ്റാറ്റ് എന്ന ചെറു ഗ്രാമത്തിൻ്റെ ചെറിയ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരികെ മടങ്ങുമ്പോൾ ഹാൾസ്റ്റാറ്റ് എന്ന ചെറു ഗ്രാമം എന്നെ പുഞ്ചിരിയോടെ യാത്രയാക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. യാത്രകൾ തുടരുക.